ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ്. മറ്റൊന്നുമല്ല, എൻ്റെ ആദ്യത്തെ PSC എക്സാമിൽ എനിക്ക് പറ്റിയ ചില മിസ്റ്റേക്സ് ആണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC പരീക്ഷ 2017 നടന്ന LDC എക്സാമാണ്. 2017 ഞാൻ PSCയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അന്ന് ഞാൻ കൊല്ലം ജില്ലയിലാണ് പരീക്ഷ എഴുതിയത്. കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു. വെറുതെ ഒന്ന് ട്രൈ ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ആ ഒരു എക്സാം എഴുതാൻ പോയത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരിൽ ആദ്യമായിട്ട് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. 2017 ഏപ്രിലാണ് ഞാൻ BTech കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു സമയം PSC റിലേറ്റഡ് ആയിട്ട് ഒരു അറിവും എനിക്കില്ലായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. മാത്സും റീസണിങ്ങും അത്യാവശ്യം കാര്യങ്ങൾ അറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കുറച്ച് ഗ്രാമർ ടോപ്പിക്സും കൂടെ നോക്കി വെച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. പിന്നെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ടെൻഷൻ വരത്തുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്ന രീതിയിലായിരുന്നു ആ പരീക്ഷ ഞാൻ എഴുതിയത്. അപ്പോൾ ഇവിടെ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിലായിരുന്നു. ഒരു ആൽഫബറ്റും 6 നമ്പേഴ്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു രജിസ്റ്റർ നമ്പറാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ OMR ഷീറ്റിൽ നമുക്കൊരു 7 ബോക്സ് തന്നിട്ടാണ് അവിടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ ബോക്സിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ ആദ്യം കാണുന്ന ആൽഫബറ്റ് നമ്മൾ എഴുതും. അതിനുശേഷമാണ് നമ്മൾ 6 നമ്പേഴ്സ് എഴുതുന്നത്. എന്നിട്ട് അത് നമ്മൾ താഴേക്ക് ബബിൾ ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് വന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആ ഒരു ആൽഫബറ്റ് എഴുതിയില്ല. അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പം ഒരു ആൽഫബറ്റും കാണും, അതിനുശേഷം 6 നമ്പേഴ്സും കാണും. അപ്പോൾ ഇവിടെ ഞാൻ ആൽഫബറ്റ് എഴുതിയില്ല, പക്ഷേ ആ 6 നമ്പേഴ്സും കൃത്യമായിട്ട് എഴുതി, അത് കൃത്യമായിട്ട് ബബിളും ചെയ്തു. അതിനുശേഷം എൻ്റെ ക്ലാസ്സിൽ നിന്ന ഇൻവിജിലേറ്റർ വന്നു, എല്ലാവരുടെയും OMR സൈൻ ചെയ്തു, എൻ്റെയും സൈൻ ചെയ്തു. പക്ഷേ ഈ ഒരു പ്രോബ്ലം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇതെനിക്ക് എക്സാം ഹാളിൽ വെച്ച് മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചു എന്നെനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ OMR ഷീറ്റൊക്കെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ OMR ഷീറ്റ് ഫില്ല് ചെയ്തതിൽ മാത്രമല്ല, കറക്റ്റ് സമയത്തിന് എക്സാം ഹാളിൽ എത്തുക കൂടി വേണം. ഇനി നമ്മൾ എത്ര സമയം എടുത്ത് എത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PSCയുടെ OMR ഷീറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം, ഇതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പോയി എക്സാം എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞേക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പേ നിങ്ങൾ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ്, ID പ്രൂഫ്, പേന, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. സത്യത്തിൽ നമ്മുടെ PSC എക്സാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ PSC എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ഏതൊരാൾക്കും ഈ ഒരു കാര്യം മനസ്സിലാവുന്നതാണ്. ഇവിടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ എലിമിനേഷൻ നടക്കുന്നത്. ആദ്യം നമ്മൾ കൃത്യസമയത്ത് എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്താൻ പറ്റാത്തവർ ആദ്യം എലിമിനേറ്റ് ആയി പോകുന്നതാണ്. പിന്നെ രണ്ടാമത്തേത് OMR ഷീറ്റ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യാൻ പറ്റാത്തവർ രണ്ടാമത്തെ ഘട്ടത്തിൽ എലിമിനേറ്റ് ആയി പോകുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാം ദിവസം ഏറ്റവും കൂടുതൽ വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. കാരണം അതുപോലുള്ള ഒരു ജോലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം.